നമസ്കാരം പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് വൈദർശനം കുടുംബാംഗങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു ചെടിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. കാട്ടപ്പ 10-12ഓളം തരം കാട്ടപ്പകൾ നമ്മുടെ പ്രകൃതിയിൽ കാണുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെയൊക്കെ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. ഇതുകൊണ്ട് അതിൻ്റെ പൂ നോക്കി അറിയാം. കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ കാണുന്ന അതേപോലത്തെ പൂവാണ്. ഇത് ധാരാളം ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ചും അതികഠിനമായ മൈഗ്രെയിൻ ഉണ്ടല്ലോ, ഒരു നെറ്റിയുടെ ഒരു ഭാഗത്തൊക്കെ വരുന്ന, ഇല്ലെങ്കിൽ ചെന്നിയുടെ ഒരു ഭാഗത്തൊക്കെ വരുന്ന മൈഗ്രെയിന് ഈ കാട്ടപ്പയുടെ ഒരു 10-21 ഇല പറിച്ചെടുത്ത് ഒരല്പം ചുണ്ണാമ്പ് കൂട്ടി ഞെരടി ആ ചെന്നിയിൽ ചുറ്റും ഇട്ട് കൊടുത്താൽ മതി. ഒരു 2-3 ദിവസം ചെയ്യുമ്പോൾ തന്നെ ഈ തലവേദനയൊക്കെ നിശേഷം മാറി നല്ല കണ്ടീഷനായിട്ട് പിന്നെ കുറേ കാലത്തേന് തലവേദന വരില്ല. അതേപോലെ തന്നെ ഇത് ഈ പൈൽസ് രോഗികൾ മലദ്വാരമൊക്കെ വിണ്ട് കയറി പുറത്തേക്ക് വന്ന് കുരുക്കളൊക്കെ ആയി ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, നിങ്ങൾ മറ്റുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ഈ കാട്ടപ്പ കുറച്ച് സമൂലമായിട്ട് പറിച്ചെടുത്ത് ഇടിച്ച് ഉരുട്ടി ഒരു ചെറിയ ഉണ്ട ആക്കി മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വെച്ച് കോണന് ഉടുക്കുകയോ ഇല്ലെങ്കിൽ ഷഡ്ഡി ഇടുകയോ എന്തെങ്കിലും ചെയ്യുക. കുറച്ച് ദിവസം കൊണ്ട് തന്നെ മലദ്വാരം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. അതേപോലെ തന്നെ 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. എല്ലാ ദിവസവും മാറ്റി ഒരു ദിവസം വൈകുന്നേരം വെച്ച് പിറ്റേ ദിവസം രാവിലെ അതെടുത്ത് മാറ്റി അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് വെള്ളമെടുത്ത് കാട്ടപ്പ സമൂലമായിട്ട് വെട്ടി എറിഞ്ഞിട്ട് കുറച്ച് കല്ലുപ്പും ചേർത്ത് ഒരു വലിയ പാത്രത്തിൽ കഷായം പോലെ വെച്ചെടുത്ത് അരിച്ചിട്ട് ആ വെള്ളത്തിലിരിക്കുന്നതും നല്ലതാണ്. ഈ അറിവുകളൊക്കെ നിങ്ങളുടെ ഒരു കേവലം അറിവിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ചികിത്സയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറുടെയോ ഒരു വൈദ്യൻ്റെയോ ഒക്കെ നിർദ്ദേശത്തിൽ ചെയ്യണം. നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ, വയനാട്.